നിലാവിന്റെ മറ്റൊരു പേര്? ഉത്തരം രാവെളിച്ചം. പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രന്റെ പ്രകാശിതമായ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിനമാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. ആദ്യത്തെ ബഹിരാകാശ യാത്രിക ആരാണ്? ഉത്തരം വാലന്റീന തെരഷ്കോവ. ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിൽ ജിയോ സിങ്ക്രണൈസ് സാറ്റലൈറ്റിനെ എത്തിക്കാൻ സാധിക്കുന്ന ഭാരം? ഉത്തരം 2000 കിലോഗ്രാം ഭാരം. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ വാഹനം? ഉത്തരം PSLV C8. PSLV C8 വിക്ഷേപിച്ച ഇറ്റാലിയൻ ഉപഗ്രഹത്തിന്റെ പേര്? ഉത്തരം എജൽ. ഇറ്റലിയുടെ എജൽ ഉപഗ്രഹം വിക്ഷേപിച്ചതിന് ISRO ചെലവാക്കിയത് എത്ര രൂപയാണ്? ഉത്തരം 70 കോടി രൂപ. ഏത് വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഉപഗ്രഹമാണ് എജൽ? ഉത്തരം ഗാമ രശ്മികൾ, പൾസർ, സൂപ്പർനോവ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഉപഗ്രഹം. എജൽ എന്ന ഉപഗ്രഹത്തിന്റെ ഭാരം? ഉത്തരം 360 കിലോഗ്രാം. ഉപഗ്രഹം വിക്ഷേപിക്കാൻ അന്താരാഷ്ട്ര വിക്ഷേപണ വിപണിയിൽ ഈടാക്കുന്ന തുക? ഉത്തരം കിലോഗ്രാമിന് $15,000 മുതൽ $20,000 വരെ. ഉപഗ്രഹ വിക്ഷേപണത്തിനും ഒന്നിലധികം ഘട്ടങ്ങളുള്ള റോക്കറ്റുകളുടെ വിക്ഷേപണങ്ങൾക്കും ഉപയോഗിക്കുന്ന ഇന്ത്യൻ വിക്ഷേപണ കേന്ദ്രം? ഉത്തരം ശ്രീഹരിക്കോട്ട റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ, സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ഓഷ്യൻ സാറ്റ് എന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ വാഹനം? ഉത്തരം PSLV C13. ഓഷ്യൻ സാറ്റ് ഉപഗ്രഹം എന്നാണ് വിക്ഷേപിച്ചത്? ഉത്തരം 2009 സെപ്റ്റംബർ 23. ഓഷ്യൻ സാറ്റ് ഉപഗ്രഹത്തിന്റെ ഭാരം? ഉത്തരം 952 കിലോഗ്രാം. ഓഷ്യൻ സാറ്റിന്റെ ചിലവ്? ഉത്തരം 70 കോടി രൂപ. ഓഷ്യൻ സാറ്റ് 1 ഉപഗ്രഹത്തിന്റെ സേവന കാലാവധി? ഉത്തരം 10 വർഷം. ഓഷ്യൻ സാറ്റ് 2വിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ? ഉത്തരം സമുദ്രത്തിൽ മത്സ്യസമൃദ്ധമായ പ്രദേശങ്ങൾ കണ്ടെത്തുക, കടലിന്റെ സ്വഭാവത്തിന്റെയും സമുദ്രതീരത്തിന്റെയും പഠനം, കാലാവസ്ഥാ പ്രവചനവും പഠനവും തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. റോസ് എന്ന ഉപകരണം വികസിപ്പിച്ചത് ആരാണ്? ഉത്തരം ഇറ്റാലിയൻ സ്പേസ് ഏജൻസി. ഇന്ത്യൻ റഡാർ ചാര ഉപഗ്രഹം ഏതാണ്? ഉത്തരം റീസാറ്റ് 2. റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് 2 എന്നാണ് റീസാറ്റ് 2വിന്റെ പൂർണ്ണരൂപം. ഓഷ്യൻ സാറ്റ് 2വിൽ ഉള്ള പ്രധാന 3 ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം സമുദ്രവർണ്ണ നിരീക്ഷണ ഉപകരണം സ്കാറ്റ്, റോസ. വൈദ്യുത കാന്തിക വർണ്ണരാജിയിലെ 7 മേഖലകളും ഉപയോഗിച്ചുള്ള നിരീക്ഷണമാണ് സമുദ്രവർണ്ണ നിരീക്ഷണ ഉപകരണം ചെയ്യുന്നത്. മൈക്രോവേവ് തരംഗങ്ങൾ ഉപയോഗിച്ച് പഠനം നടത്തുകയാണ് സ്കാറ്റ് ചെയ്യുന്നത്. റേഡിയോ ഒക്കുലേഷൻ സൗണ്ടർ ഫോർ അറ്റ്മോസ്ഫിയർ എന്നാണ് റോസയുടെ പൂർണ്ണരൂപം. അന്തരീക്ഷത്തിൽ താഴ്ന്ന വിധാനത്തെക്കുറിച്ചും അയണോസ്ഫിയറിനെ കുറിച്ചും പഠിക്കുന്നതാണ് റോസ. ഓഷ്യൻ സാറ്റ് ഉപഗ്രഹത്തിനാവശ്യമായ ഊർജം കിട്ടുന്നത് എങ്ങനെയാണ്? ഉത്തരം 15 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ള സൗര പാനലുകൾ സൃഷ്ടിക്കുന്ന 13,600 വൈദ്യുതിക്ക് പുറമെ ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള 2 നിക്കൽ കാഡ്മിയം ബാറ്ററികളും ഊർജം നൽകുന്നു. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ഉപഗ്രഹം ഏതാണ്? ഉത്തരം എഡ്യൂസാറ്റ്. എഡ്യൂസാറ്റിന്റെ ഉപഗ്രഹ വിക്ഷേപണ പേടകം? ഉത്തരം GSLV VF-1. ലാപ്പിന്റെ പൂർണ്ണരൂപം?
ഉത്തരം ലൈമൻ ആൽഫ ഫോട്ടോമീറ്റർ. എഡ്യൂസാറ്റ് ഉപഗ്രഹത്തിന്റെ ഭാരം. ഉത്തരം 1950 കിലോഗ്രാം. ബഹിരാകാശ യാത്രികർ ധരിക്കുന്ന പ്രത്യേക വേഷവിധാനത്തിന്റെ പേര്. ഉത്തരം സ്പേസ് സ്യൂട്ട്. സ്പേസ് സ്യൂട്ടിന്റെ വിലയും ഭാരവും. ഉത്തരം ഏകദേശം 18 ലക്ഷം രൂപ, 300 കിലോഗ്രാം ഭാരം. സ്പേസ് സ്യൂട്ട് ധരിക്കാൻ വേണ്ട സമയം എത്രയാണ്? ധരിക്കാൻ എത്ര ആളുകളുടെ സഹായം വേണം? ഉത്തരം 3 മണിക്കൂർ, 3 പേരുടെ സഹായം. സ്പേസ് സ്യൂട്ടിന്റെ പ്രത്യേകത. ഉത്തരം 11.5 മണിക്കൂർ പുറത്തു നിന്നുള്ള ഒരു സഹായം കൂടാതെ കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും സ്പേസ് സ്യൂട്ടിലുണ്ട്. യാത്രികരുടെ രക്തസമ്മർദ്ദം, ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയവ ഭൂമിയിലെ നിരീക്ഷണ കേന്ദ്രത്തിലിരുന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. മനുഷ്യന്റെ വാസസ്ഥലമായേക്കാം എന്ന വിശ്വാസത്തിന് അനുകൂലമായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ചന്ദ്രന്റെ ഭൂമധ്യരേഖയ്ക്ക് അരികിലുള്ള 2 കിലോമീറ്റർ നീളവും 360 മീറ്റർ വീതിയുമുള്ള ഗുഹ. വളരെ മുൻപ് തന്നെ ചന്ദ്രനിലെ ഗുഹകൾ കണ്ടെത്തിയ ജപ്പാന്റെ ബഹിരാകാശ പേടകം. ഉത്തരം കഗുയ. മനുഷ്യനെ കയറ്റിയ ആദ്യത്തെ അപ്പോളോ വാഹനം. ഉത്തരം അപ്പോളോ 7. മനുഷ്യനെ കയറ്റിയ ആദ്യ അപ്പോളോ വാഹനത്തിലെ യാത്രികർ ആരെല്ലാമാണ്? ഉത്തരം വാൾട്ടർ ഷീറ, മോൺ ജസ്ലി, വാൾട്ടർ കണ്ണിംഗ്ഹാം. ചന്ദ്രനെ പ്രദക്ഷിണം വയ്ക്കുന്ന ആദ്യ അപ്പോളോ പേടകം. ഉത്തരം അപ്പോളോ 8. ചന്ദ്രനിൽ ജലസാന്നിധ്യമുണ്ടെന്ന ചാന്ദ്രയാന്റെ സുപ്രധാന കണ്ടുപിടുത്തം പ്രഖ്യാപിച്ചത് ഏത് ജേണലിലൂടെയാണ്? ഉത്തരം ശാസ്ത്ര ജേണൽ സയൻസിലൂടെ. ചന്ദ്രന്റെ സ്വയം ഭ്രമണകാലം. ഉത്തരം ഭൂമിയിലെ 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റും. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ പരിക്രമണകാലം എത്രയാണ്? ഉത്തരം ഭൂമിയിലെ 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റും. ചന്ദ്രന്റെ ഒരേ വശം തന്നെയാണ് ഭൂമിയിൽ നിന്നും എപ്പോഴും കാണാൻ കഴിയുക. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിലെ പരിക്രമണകാലവും ഭ്രമണകാലവും തുല്യമായതുകൊണ്ട്. ചാന്ദ്ര ജീപ്പിനെ മണിക്കൂറിൽ 17 കിലോമീറ്റർ ഓടിച്ച് റെക്കോർഡ് സ്ഥാപിച്ചത് ആരാണ്? ഏത് യാത്രയിൽ? ഉത്തരം ജോൺ യങ്, അപ്പോളോ 16ന്റെ യാത്രയിൽ. തോമസ് മാറ്റിംഗ്ലി, ചാൾസ് ഡ്യൂക്ക് എന്നിവയാണ് മറ്റു യാത്രികർ. ചന്ദ്രനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾക്കായി ജപ്പാൻ ഒരുക്കുന്ന 2 പദ്ധതികൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ലൂണാറും സെലീനയും. ചാന്ദ്ര ജീപ്പ് ലൂണാർ റോവറിന്റെ നീളവും ഉയരവും. ഉത്തരം 10 അടി 2 ഇഞ്ച് നീളം, 44 ഇഞ്ച് ഉയരം, 450 പൗണ്ട് ഭാരം. 4 ചക്രങ്ങൾ, ഹാർഡ് കൺട്രോൾ ഉപയോഗിച്ച് സഞ്ചാരം, ഭൂമിയിലെ 1000 പൗണ്ട് ഭാരം വഹിക്കാനുള്ള കഴിവ്. ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹം. ഉത്തരം ചന്ദ്രൻ. ഹീലിയോസ്ഫിയർ എന്താണ്? ഉത്തരം സൂര്യന്റെ സാന്നിധ്യം അനുഭവവേദ്യമാകുന്ന സ്പേസിലെ പ്രദേശം. സൂര്യന്റെ ഘടന. ഉത്തരം സൂര്യനിൽ 70% ഹൈഡ്രജനും 28% ഹീലിയവും 2% ഭാരമേറിയ മറ്റ് മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. സൂര്യനിലേക്ക് അയക്കുന്ന ബഹിരാകാശ വാഹനം ഏതാണ്? ഉത്തരം ആദിത്യ. സൂര്യന്റെ ഏറ്റവും പുറമേയുള്ള പാളി. ഉത്തരം കൊറോണ. കൊറോണയെ പറ്റി പഠിക്കുന്ന ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ പദ്ധതി ഏതാണ്? ഉത്തരം ആദിത്യ. കൊറോണയിലെ കുറഞ്ഞ ചൂട് എത്രയാണ്?
ഉത്തരം 8,00,000 ഡിഗ്രി സെൽഷ്യസ്. സൗരയൂഥത്തിന്റെ ദ്രവ്യമാനത്തിന്റെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഗ്രഹങ്ങൾ. ഉത്തരം സൂര്യനും വലിയ വാതക ഗ്രഹമായ വ്യാഴവും. സൂര്യനെ ഏത് തരത്തിലുള്ള നക്ഷത്രമായാണ് പറയുന്നത്? ഉത്തരം ഒരിടത്തരം മഞ്ഞ നക്ഷത്രമായി. സൗരയൂഥം എന്നാൽ എന്താണ്? ഉത്തരം സൂര്യനും സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന 8 ഗ്രഹങ്ങളും അവയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും അടങ്ങുന്നതാണ് സൗരയൂഥം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് ഈ ഗ്രഹങ്ങൾ. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം 4ാമത്തെ രാജ്യം. ടെർമിനേഷൻ ഷോക്ക് എന്നാൽ എന്താണ്? ഉത്തരം സൗരക്കാറ്റിന്റെ വേഗം കുറയ്ക്കാൻ തുടങ്ങുന്ന ഇടമാണ് ടെർമിനേഷൻ ഷോക്ക്. സൗരക്കാറ്റ് മണിക്കൂറിൽ 10,00,000 കിലോമീറ്റർ വേഗതയിൽ സൂര്യനിൽ നിന്ന് അകലുന്നു. ഇത് നക്ഷത്രാന്തര സ്പേസിൽ എത്തുമ്പോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകുന്നു. നിലാവ് എന്നാൽ എന്താണ്? ഉത്തരം ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെയാണ് നിലാവ് എന്ന് പറയുന്നത്. നിലാവിന്റെ അളവ് ഏറ്റവും കൂടുതൽ ഏത് ദിവസമാണ്? ഉത്തരം പൗർണമി ദിവസം.